Hi friends, എല്ലാവർക്കും മാസ്റ്റർപീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് PVC പൈപ്പ് വെച്ചുകൊണ്ട് ഒരു ബോക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി DIY വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് വീഡിയോയിൽ കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടംപോലെ കഥകൾ വായിക്കുന്നവരും കേൾക്കുന്നവരുമായിരുന്നു ചെറുപ്പകാലത്ത്. ഇപ്പോൾ നമുക്ക് സമയമല്ലല്ലേ. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, കഥകൾ കേൾക്കാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് സ്റ്റോറി ടെല്ല്. ഇപ്പോൾ ഞാൻ തന്നെ അതിലൊരു സ്റ്റോറി ഇപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബഷീറിന്റെ മതിലുകൾ എന്ന് പറയുന്ന ബുക്ക് പണ്ട് വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമ്മൾ ആ ഒരു ഫീലിൽ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് 2 ലക്ഷത്തോളം ബുക്കുകളുണ്ട്, 11ഓളം ലാംഗ്വേജ് ഉണ്ട്. മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട്, മറാഠി ഉണ്ട്, അങ്ങനെ ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. പിന്നെ നമുക്കിത് ഓഫ്ലൈൻ ആയിട്ട് കേൾക്കാൻ പറ്റും. എന്ത് പണിയെടുക്കുന്ന ടൈമിൽ നമുക്ക് റേഞ്ച് ഇല്ലെങ്കിലും കേൾക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. പിന്നെ നമുക്ക് രാത്രിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ടൈമർ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നിശ്ചിത ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പീഡായിട്ട് കേൾക്കണമെങ്കിൽ സ്പീഡായിട്ടും കേൾക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ സ്പെഷ്യൽ ഓഫറുണ്ട്. ഓഗസ്റ്റ് 5 മുതൽ ഓഗസ്റ്റ് 31 വരെ നിങ്ങൾക്ക് ഒരു മാസത്തിന് 149 രൂപ കൊടുത്തത് വെറും 59 രൂപക്കും, അതുപോലെ തന്നെ 6 മാസത്തിന് 599 രൂപ കൊടുത്തത് വെറും 345 രൂപക്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രീഡം ഓഫറിൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു വായനാശീലം, അതായത് കേൾക്കുന്ന ഒരു ശീലം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. മാസ്റ്റർപീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് PVC ആട്ടോ. PVC എന്നതിൽ കാര്യമായിട്ടുള്ളൂ. PVCയുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇഞ്ച് ചുറ്റളവുള്ള PVC ആണ്. അതിൽ 2 പീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 25 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു PVC കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു 13 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു PVC കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ 3 സെറ്റ് ഉണ്ടാക്കാനുണ്ട്. ബാക്കി ആദ്യം തന്നെ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്നും നമ്മൾ പീസാക്കി എടുക്കാൻ പോവുകയാണ്. ആദ്യം ഇതൊരു ഫ്ലാറ്റ് ആക്കിയിട്ട് നമുക്ക് PVC ഷീറ്റാണ് ഉണ്ടാക്കാനുള്ളത്. കട്ട് ചെയ്തതിനു ശേഷം നിവർത്തി എടുക്കാം. അതിനായിട്ടുള്ള ട്രിക്കാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 2 വര വരക്കട്ടോ. ഇനി നമ്മൾ ഇതേ ലെവലിൽ തന്നെ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നിവർത്തി എടുക്കുന്നത് ഒരു ഷീറ്റാക്കി മാറ്റാൻ പോകും കേട്ടോ. PVCന്റെ ഷീറ്റാണ് ആക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു ട്രിക്ക് ഉപയോഗിക്കാൻ പോകുന്നത് അയൺ ബോക്സ് എടുത്തതിന് ശേഷം ചൂടാക്കി വെക്കാൻ പോവുകയാണ്. ഡയറക്റ്റ് ഇതിൽ ചൂടാക്കി കഴിഞ്ഞാൽ അത് ഉരുകി പോകുന്നതാണ്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റൊരു പേപ്പർ വെക്കുക. താഴെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേപ്പർ എടുത്ത് വെക്കാം. ഇത് ഉരുക്കി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ പേപ്പർ ചുറ്റി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം അയൺ ബോക്സ് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം ഫ്ലാറ്റ് ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെയാണ് PVC ഷീറ്റ് ഫ്ലാറ്റ് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ സംഭവത്തിൽ ഇതേപോലെ നിവർത്തി ഇങ്ങനെ എടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ആകുമ്പോൾ ഇത് ഉരുകുമില്ല. അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നിവർത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഫ്ലാറ്റ് ആക്കി നല്ല ഫിനിഷിംഗ് ആയിട്ട് വെക്കുക. പിന്നെ കുറച്ച് വെയിറ്റ് വെച്ച് കൊടുക്കേണ്ടി വരും. ഒന്ന് ചൂടായതിനു ശേഷം ഇതേപോലെയുള്ള ഒരു ഗ്രാനൈറ്റിൻ്റെ പീസോ ടൈൽസിൻ്റെ പീസോ വെച്ചതിന് ശേഷം നിവർത്തി എടുത്തിട്ടുണ്ട്. അയൺ ബോക്സ് ഉപയോഗിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതേപോലെ നിവർത്തി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ആ ഒരു ബോക്സിന്റെ ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇതിൽ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ കട്ട് ചെയ്യേണ്ട അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുമാണ്. ഇതേപോലെ പെന്ന് കൊണ്ട് മാർക്ക് ചെയ്തതിനു ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിന് 2 സൈഡ് ഭാഗം, അതുപോലെ തന്നെ 4 സൈഡ്, അതായത് ഒരു പെട്ടിയുടെ ഒരു വലിപ്പമാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള 4 പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു 2 പീസ് അതും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു അളവ് നമുക്ക് മറ്റേ ഷീറ്റിൽ തന്നെ ഒന്നുകൂടി മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് 2 പീസ് 18 സെൻറ്റിമീറ്റർ നീളവും 3.4 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഇതേപോലത്തെ 2 നീളത്തിലുള്ള പീസ്. അതുപോലെ തന്നെ പിന്നെ ഒരു 4 പീസ് ഉണ്ട്. അതിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ നീളവും 3.4 സെൻറ്റിമീറ്റർ വീതിയുള്ള 4 പീസ്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ നല്ല നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ടോട്ടൽ 6 പീസ്. പിന്നെ നേരത്തെ കട്ട് ചെയ്ത ഈ ഒരു പീസും ഉണ്ട്. ഓക്കെ. ഇനി നമ്മളിതൊരു ബോക്സ് ആക്കാൻ പോവുകയാണ്. അതിനായിട്ട് സംഭവം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ഭാഗം എങ്ങനെ ഒട്ടിക്കുന്നു, അതേപോലെ തന്നെ ഈ ഒരു ഭാഗം എങ്ങനെ ഒട്ടിക്കുന്നു. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒട്ടിക്കുന്നു, അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒട്ടിക്കുന്നു. പിന്നെ ഈ 2 പീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് 3 പാർട്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 2 പീസ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പീസ് വേണമെങ്കിൽ ഒഴിവാക്കുകയൊക്കെ ചെയ്യട്ടോ. കാരണം ഒറ്റ ഒരു ഷെല്ലായി മാറും. അതുപോലെ തന്നെ ഒരു പീസ് ഇട്ട് കഴിഞ്ഞാൽ 2 ഷെല്ലായി മാറും. അങ്ങനെ ഒട്ടിച്ച പീസാണ് ഈ കാണുന്നത്. ഇതാണ് ബോക്സ് ഇട്ടോ ഗൈസ്. ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതേപോലെ നമ്മളിത് ഒട്ടിക്കാൻ പോകട്ടെ. നേരത്തെ ഒന്ന് ഒട്ടിച്ചത് കണ്ടില്ല, അതേപോലെ ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്ലസ് ക്യൂക്ക് ആട്ടോ. ജസ്റ്റ് സിമ്പിളായിട്ട് കയ്യിലൊന്നും ആവാതെ ശ്രദ്ധിക്കുക. കയ്യിലൊന്നും ആവാതെ ഇതേപോലെ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ
ഇതുപോലെ പുരട്ടി കൊടുക്കുക കേട്ടോ, തേച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു 18 സെൻറ്റിമീറ്റർ നീളമുള്ള പീസ്, അതായത് ഇതിന് സൈഡിൽ വരാനുള്ള പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ ഒരു സൈഡ് ഒട്ടിച്ചല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു ഭാഗം, ഈ ഒരു വീതിയുള്ള ഭാഗം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ പുറമേയായിട്ട് ഒട്ടിക്കുന്നത്, നമ്മൾ ഇതിൻ്റെ പുറത്തു കൂടിയാണ് ഒട്ടിക്കണേ. നമ്മൾ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഫ്ലക്സ് കിക്ക് ഉപയോഗിച്ചുകൊണ്ട് മെല്ലെ പതിയെ സാവധാനം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിങ്ങനെ ഒരു ബോക്സ് ആക്കി മാറ്റി, അതായത് 4 സൈഡും നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചു. ഇനി നമുക്ക് ഇത് ഒരു 3 പാർട്ടാക്കി തിരിക്കാം. അതായത് 3 പാർട്ടാക്കി തിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ടോട്ടൽ 18 സെൻറ്റിമീറ്റർ ആണുള്ളത്. അപ്പോൾ 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6. ഓക്കെ, അപ്പോൾ 6 നമുക്ക് ഓരോരോ പോയിന്റ് ഇട്ട് കൊടുക്കണം. 6 ഫസ്റ്റ് 6 അവിടെ, സെക്കൻഡ് 12, പിന്നെ ഇങ്ങോട്ട് 18. ഈ ഒരു ലെവലിൽ നമുക്ക് ഇനി നമ്മൾ 2 പീസും കൂടി നമ്മുടെ കയ്യിലില്ലേ, ഇതുപോലത്തെ 10 സെൻറ്റിമീറ്ററിൻ്റെ, ആ 10 സെൻറ്റിമീറ്റർ പീസ് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കാം. നമുക്കിത് ഇതിലേക്ക് വെക്കുന്ന സമയത്ത് ചെറിയൊരു മാറ്റം വരും കേട്ടോ, ചെറിയൊരു അളവിൽ ചെറിയൊരു മാറ്റം വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പോകില്ല. അതുകൊണ്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഇവിടെ ചെറിയൊരു നൂലിക്ക് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു അളവുണ്ടല്ലോ, ആ ഒരു അളവിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, മുകളിൽ വെച്ചിട്ട് ഒരു സ്പോട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതങ്ങനെ താഴേക്ക് ഇറങ്ങി പോയിക്കോളൂ കേട്ടോ. ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവിടെ ഒട്ടിട്ടോ, പെട്ടെന്ന് ഒട്ടിക്കോ. രണ്ടാമത്തെ ഭാഗം അതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, നമ്മൾ അതും കറക്റ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചു. അപ്പോൾ നമുക്ക് 2 എണ്ണം ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇതേപോലെ 2 പീസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതേപോലെ ഒന്നും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഓക്കെ, നമ്മൾ 3 സെറ്റ് വീതം ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്ന് ഒരു ലെവലാക്കി വെക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് ഹോളും കാര്യങ്ങളും ഇടാനുള്ളതാണ്. അതുകൊണ്ട് കറക്റ്റാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഇതിലൊരു 3 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ 3 റബ്ബർ ബാൻഡൊക്കെ ഇതിലേക്ക് ഇട്ടു. ഇനി നമ്മളിത് കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. കറക്റ്റ് ആക്കിയിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ വെക്കുക. ഇനിയാണ് നമുക്കിതിൽ ലൈനും കാര്യങ്ങളും ഹോളും കാര്യങ്ങളൊക്കെ ഇടാനുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ അതിൻ്റെ ഒരു മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്ത് വെക്കുക. പിന്നീട് അത് ഇളക്കമൊന്നും സംഭവിക്കരുത്. ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് കുറച്ച് ഹോളുകൾ ഇടണം. ആ ഒരു ഹോൾ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതിന് ചെറിയൊരു അളവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ ഒരു സെറ്റ് ഉള്ളത്, അതായത് ഇതിൻ്റെ ഓപ്പൺ ചെയ്ത ആ ഒരു ഭാഗം ഇങ്ങോട്ടാണ്. ഇതേപോലെ നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഇത് 10 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ അളവ്. നമുക്ക് നേരത്തെ കട്ട് ചെയ്താണല്ലോ, ഇത് 10 സെൻറ്റിമീറ്റർ ആണുള്ളത്. അതിൽ നമ്മൾ 1.5 സെൻറ്റിമീറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഏറ്റവും താഴെയുള്ള ആ ഒരു പാർട്ടിൽ കേട്ടോ, ഒരു 1.5 സെൻറ്റിമീറ്ററിൽ നമ്മൾ ചെറിയൊരു മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 1.5 സെൻറ്റിമീറ്ററും കൂടി മാർക്ക് ചെയ്യാം. ഈ ഒരു ഭാഗത്തും നമ്മൾ 1.5 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തില്ലേ, അതിലേക്ക് കറക്റ്റായിട്ട് സ്കെയിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫസ്റ്റത്തെ ഒരു ബോക്സ് ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള 2ാമത്തെ ബോക്സ് വരെ നമുക്കൊരു ലൈൻ ഇടാം. ഇതേപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നേരെ തിരിച്ച് പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇതേപോലെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കും കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ താഴെയുള്ള ആ ഒരു പീസാട്ടോ നമുക്ക് ഒഴിവാക്കേണ്ടത്. അതിനുശേഷം ഇതേപോലെ നമ്മളൊരു ലൈൻ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇവിടെ ഒരു ലൈനും അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈനും ഇട്ട് കൊടുത്തു. ഇതിൻ്റെ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1.5 സെൻറ്റിമീറ്റർ ആണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ നേരെ സെൻറ്ററിലൂടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് 10 സെൻറ്റിമീറ്റർ ആണുള്ളത്. അതിന് 5 സെൻറ്റിമീറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്യാം. 5ൽ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും 5ൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം ആ ലൈനൊന്ന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ 3 ലൈൻ ഇട്ടു കേട്ടോ. അതായത് ഒന്ന് മാത്രമാണ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വരച്ചത്. ഇനി നമ്മൾ ഓരോന്നിനും ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് വരക്കണം. അതായത് ഈ ഒരു 3 പാർട്ട് ഉണ്ടല്ലോ, 3 പാർട്ടിനെയും ഹാഫ് ആക്കിയിട്ട് നമുക്ക് ഓരോ ലൈന് വീതം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓക്കെ, നമ്മളിങ്ങനെ ലൈൻ ഇട്ടല്ലോ. ഇനി ലൈൻ ഇട്ടതിന് ശേഷം ഇത് താഴെ ഭാഗത്തു നിന്നാണ് പറയുന്നത്. താഴെ ഭാഗത്തു നിന്ന് ഈ ഒരു
ഈ സൈഡിലായിട്ട് നമുക്കൊരു പോയിന്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് നമുക്ക് ഹോൾ ഇടാനുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തും നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു ഭാഗത്ത് 4 ഇട്ടു, 5, 6, 7. ഇതാ ഒരു ഹോൾ ഇവിടെ, ഒരു ഹോൾ ഇവിടെ. ഇവിടെ ഈ ഒരു ക്രോസിലാണ് കേട്ടോ ഹോൾ വന്ന്. ആ ഒരു ഹോളാണ് നമ്മൾ ഡ്രില്ലർ ഉപയോഗിച്ചുകൊണ്ടോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഹോളാക്കി മാറ്റണം. അപ്പോൾ ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു ഭാഗമായിരുന്നു നമ്മൾ ഇത് ലൈൻ വരക്കുന്നത് കാണിച്ചിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇവിടേക്ക് ഓരോ പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, നേരത്തെ കാണിച്ചല്ലോ. ആ ഒരു പോയിന്റ് ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു ഡ്രില്ലർ ഉപയോഗിച്ചോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന 7 ഹോൾ ഇട്ട് കൊടുക്കാം. ഇപ്പോഴത്തെ ഡ്രില്ലർ ഇല്ലെങ്കിൽ നമുക്ക് ചൂടാക്കിയിട്ടൊക്കെ തുറക്കാൻ പറ്റും കേട്ടോ. നമ്മളൊരു പപ്പട പോലെ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ചെറിയ കമ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് തുള ഇട്ട് കൊടുത്തിട്ടുണ്ട്. 7 തുള ഈ ഒരു ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിത് ഫുള്ളായിട്ട് തുള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഇവിടെയും അതുപോലെ തന്നെ ഈ ഭാഗത്ത് 3 പീസും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് 3 പീസും കട്ട് ചെയ്തിട്ട് അത് നെട്ടും വോൾട്ടും ഇട്ടിട്ട് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായ നെട്ടും വോൾട്ടും അത് എടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 6 പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതേപോലെ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. അതായത് ആ ചെറുത് മുകളിൽ വെച്ച് കൊടുക്കുക. അതായത് 2 ഹോൾ കറക്റ്റായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. അതിൽ നെട്ട് വോൾട്ട് ഇടാനുള്ള കേട്ടോ. അതിന് ശേഷം 3 ഹോൾ ഉള്ളത് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഈ ഒരു ഹോൾ ഇടുന്നത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. നല്ല കറക്റ്റ് ആയെങ്കിൽ ഇത് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അടുത്തത് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലെ നെട്ടും വോൾട്ടും ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇതേപോലെ തന്നെ അതിൻ്റെ ബാക്ക്, അതായത് അപ്പുറം ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മളിത് പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. പെയിൻറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുള്ളൂ കേട്ടോ. ഇത് സ്ക്രൂ കിട്ടിയതിനു ശേഷം സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ 14 നെട്ടും വോൾട്ട് ഇതേപോലെ ഉള്ളത് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് അതേപോലെയുള്ള സ്പ്രേ പെയിൻറ്റ് എടുക്കുക. എന്നാൽ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലെ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതാ അങ്ങനെ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി നേരത്തെ വെച്ചതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കുറച്ച് സ്ക്രൂകൾ എടുത്തിട്ടുണ്ടോ, നെട്ടും വോൾട്ടും ആണ്, സൈക്കിൾ സ്ക്രൂ എന്ന് പറയും. അത് വെച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്നിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതേപോലെയുള്ള നെട്ടും വോൾട്ടും എടുത്തിട്ടുണ്ട്. സൈക്കിൾ സ്ക്രൂ ആണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇത് ഹോളിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു 3 പീസുകളും ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നെറ്റിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിമം ടൈറ്റിൽ മതി കേട്ടോ. ഫുൾ ടൈറ്റ് ആക്കണ്ട, കാരണം നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ളൊരു ടൈറ്റ് മതി. ഇതാ നമ്മൾ ഇതേപോലെ നെട്ടും ബോൾട്ട് ഇട്ട് കൊടുത്തു. ഈ ഒരു നെട്ടിൻ്റെ ഈ ഒരു ഭാഗമല്ല, ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ സൂപ്പർ ഗ്ലൂ ഇട്ട് കൊടുക്കണ്ടോ. അത് മുഴുവനായിട്ട് ടൈറ്റ് ആക്കി വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വർക്ക് ചെയ്യില്ല. ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞതാ ഇതേപോലെയാണ് കേട്ടോ. അതുകൊണ്ടോ, പക്ഷേ ഇതിങ്ങനെ മറിഞ്ഞിട്ട് വീഴും. അതിനായിട്ട് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. നേരെ മറിച്ച് വെക്കട്ടോ. മറിച്ച് വെച്ചിട്ട് രണ്ടാമത്തെ ഈ ഒരു ഭാഗത്ത്, ഓക്കെ, ഇതിൻ്റെ അടിയിൽ നിന്നും വരുന്ന ഈ രണ്ടാമത്തെ ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് ഇതേപോലെയുള്ളൊരു പീസ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ നിവർത്തി വെക്കട്ടെ. അതിനുശേഷം ഒന്നാമത്തേലല്ല രണ്ടാമത്തേലെ കറക്റ്റ് സെൻറ്ററിലുള്ളതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. മറ്റുള്ളതിലൊന്നും ആവരുത് കേട്ടോ. ഇവിടെ സപ്പോർട്ടിന് വേണ്ടി വെക്കുന്ന ഈ ഒരു പീസിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അതേ നീളം തന്നെയാണ്, 18 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 6.8 ആണ്. അതായത് 3.4 3.4 രണ്ടെണ്ണത്തിൻ്റെ വീതിയാണുള്ളത്. ഏതായാലും നമുക്ക് ഇതിവിടെ പ്ലസ് ക്യൂബ് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചു വെക്കാം. ഓക്കെ, നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ ഒട്ടിച്ചതൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മളിത് വീഴുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കണ്ടോ,
അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ ഒരു ടൂൾ ബോക്സിന്റെ ഏകദേശം പണിയൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു അടപ്പും കൂടി കൊടുക്കാം. പീസും കൂടി എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കട്ട് ചെയ്തതുപോലെ തന്നെ 18 സെന്റിമീറ്റർ നീളവും അതുപോലെ തന്നെ 10 സെന്റിമീറ്റർ വീതിയിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിജാഗിരി എന്നൊക്കെ പറയുന്ന ജാഗിരി എനിക്കറിയാം, അതായത് ബിജാപൂരി അങ്ങനെ എന്തൊക്കെയാ പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യാണ്. ജസ്റ്റ് നമ്മൾ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് സ്ക്രൂ എടുത്തിട്ടുണ്ട്, ഒരു 4 എടുത്തിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു ബോക്സിലും കൂടി അങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതേപോലെ വെച്ചതിന് ശേഷം ഈ ഒരു സൈഡിലേക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ടൂള്, അതായത് നമ്മൾ കർട്ടൻ ഷോപ്പാണല്ലോ മാസ്റ്റർ പീസ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടൂളുകൾ കുറച്ച് ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതുപോലത്തെ ഒരു PVC പൈപ്പിന്റെ കഷ്ണമാണ് ഇതുപോലത്തെ ഒരു അടിപൊളി ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബോക്സ് ആക്കി മാറ്റിയത്. അതെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലുള്ള സംഭവങ്ങൾ ചിലരൊക്കെ പറയാമായിരിക്കും ഇതിന് എത്ര റിസ്ക് ഉണ്ട് എന്നൊക്കെ. പക്ഷെ ഇത് റിസ്ക് അല്ല കേട്ടോ. നമ്മളൊരു സംഭവം ഉണ്ടാക്കുക എന്നുള്ളതിൽ ഒരു കൗതുകം ഉണ്ട്. അത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് കൂടി ആയിരിക്കും. അതെ, അത് എന്തുകൊണ്ട് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോൾ ഒരാൾ കാണുമ്പോൾ എന്താ ഒരു ബോക്സ് വാങ്ങിയതാണോ, PVC പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഒരു കൗതുകല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയത്. ക്രിയേറ്റിവിറ്റി മെയിൻഡിൽ ആളുകൾക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇതേപോലെ ചെയ്തെടുക്കാം. പിന്നെ മെഷീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പീഡിലായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എക്സോബ്ലേഡ് ആയാലും ചെയ്തെടുക്കാൻ പറ്റും. അതെ, എങ്ങനെയാലും ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ കട്ടിങ്ങും കാര്യങ്ങളും അളവുകൾ കറക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ ഇതിന് നല്ലൊരു സംഭവമാണ്. ഇതേപോലെ വലുതായിട്ടൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. PVC നല്ല വുഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കാവുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുണ്ടോ, ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ കൊണ്ട് നടക്കാം. നടന്നോ അങ്ങാടി കൂടെ ആൾക്കാർ അളവ് തെറ്റണ്ട. അളവ് തെറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ കൊഞ്ഞനം കുത്തനായിരിക്കും തോന്നുന്നു നമ്മളോട് അല്ലേ. അപ്പോൾ ഏതായാലും ഈ PVC കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.